റബ്ബിലേക്ക് ചോദിക്കുക. അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുമെന്ന് പറയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല നിയ്യത്തുണ്ടാകണം നിങ്ങളുടെ കൽബിൽ. ഒരാൾ വഅദ് പറയുമ്പോൾ വഅദ് എങ്ങനെയുണ്ടെന്നൊരു മാർക്കിടലാകരുത്. നമ്മളെല്ലാവരും പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കണം, പഠിക്കണം. അള്ളാഹു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആദരവായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ മനസ്സറിഞ്ഞുള്ള സ്വലാത്ത് ഒന്ന് വേണം. എനിക്ക് വെള്ളം തരണ്ട, ഉറക്ക സ്വലാത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്ന സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് മുസ്തഫ നബി തങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരും, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ നിന്ന് കടന്നു പോവുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു സങ്കടത്താൽ, വിഷമത്താൽ, ദുഃഖത്തായിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു ചെന്നു. ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഇപ്പോഴും നിങ്ങൾ സങ്കടത്തിലാണല്ലേ? ഈ സമയത്തും നിങ്ങൾ വിഷമത്തിലാണല്ലേ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിലവിന് കൊടുക്കുന്നവർ, അവരൊക്കെ വീടിന്റെ അകത്തട്ടിൽ പട്ടിണിയിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, നിങ്ങളുടെ തൊഴിലുകൾ, നിങ്ങളുടെ മേഖലകൾ അതേതാണോ ആ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകണം. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളുടെ വാക്കാണ്. എല്ലാരും ഒരു നേരം ചിന്തിച്ചു, അവർക്കൊക്കെ മനസ്സിലായി ശരിയാണ്. എല്ലാവരും എഴുന്നേക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്നൊരു സമയം വരുമ്പോ, ബാപ്പയെ വിട്ടുപിരിയുന്നൊരു സമയത്ത്, ഉമ്മയെ വിട്ടുപിരിയുന്ന സമയത്ത്, മക്കളെ വിട്ടുപിരിയുന്ന സമയത്ത്, കൂടപ്പുറപ്പുകളെ വിട്ടുപിരിയുന്ന സമയത്ത് നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്നാണ് കേട്ടപാടെ എല്ലാവരും പറഞ്ഞു. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളോട്, തങ്ങളെ നിങ്ങളൊന്ന് പെട്ടെന്ന് പറയുമോ? അപ്പോൾ അവിടെ നിന്ന് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിച്ചു, എന്തേ ഇത്ര തിരക്ക്? അപ്പോഴാണ് ഈ സ്വഹാബി പറഞ്ഞത്, എന്റെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടൊന്ന് വിടർന്നാൽ ആ ചുണ്ട് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് വരുമോ എന്നറിയില്ല എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. അള്ളാന്റെ റസൂലിന്റെ രണ്ട് കണ്ണുകളും അങ്ങ് ഉയർന്നാൽ ആ രണ്ട് കണ്ണുകൾ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് ആത്മാവിനെ പിടിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് പറയണമെന്ന്. അതപകേടായെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം, അതപകേടായെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, എല്ലാവരും ഒന്നുകൂടെ അരികത്തേക്ക് ചേർന്നിരിക്കുമോ? സ്വഹാബത്ത് മുഴുവനും സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അങ്ങ് ചേർന്നിരിക്കുകയാണ്. ആ സമയത്ത് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോയി, പ്രിയപ്പെട്ട സ്വഹാബത്തെ, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറയാ കടന്നു വന്നവനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ആ സമയത്താണ് ഒരു സ്വഹാബി അവിടെ നോതുകയാണ്, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ബഖറയിലെ ആയത്ത് അങ്ങനെ ഓതുന്ന സമയത്ത് ഈ സ്വഹാബി സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സയ്യിദ് ഇബ്നു അസ്ലം തങ്ങളെ,
നിസ്കാരത്തെ പറ്റി പറഞ്ഞൂടെ? അള്ളാഹു കൊടുത്തുപോയ സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുന്നത്, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നത്, അതുപോലെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ തങ്ങളെ? ആ സമയമാണ് അവിടുന്ന് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ഞാനത് പറഞ്ഞോട്ടെ? ആ സമയം തന്നെ അടുത്ത സ്വഹാബി പറഞ്ഞു, യതീമക്കളെ പറ്റി പറഞ്ഞൂടെ സെയ്ദ് ബിൻ അസ്ലം തങ്ങളെ? ഉടൻ തന്നെ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ യതീമിനെ പറ്റി പറയട്ടെ. അപ്പൊ അടുത്ത സ്വഹാബി ഉബൈദ് ബിൻ ഉമൈർ തങ്ങളാ. ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട മുത്തുനബിയുടെ കൂട്ടുകാരാ, നമ്മുടെ എല്ലാ അമലും, നമ്മുടെ നിസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ സ്വതക്കയും, നമ്മുടെ സകാത്തും, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ സകലമായ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നത് ഏതൊരു കാര്യമാണോ ആ ഒരു കാര്യത്തെ പറ്റി പറയുമോ? ഉടൻ തന്നെ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, അത് ശരിയാണ്, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് നോക്കുന്നവരാണ്, നമ്മൾ സ്വതക്ക ചെയ്യുന്നവരാണ്, നമ്മൾ സകാത്ത് കൊടുക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, തസ്ബീഹ് നിസ്കരിക്കുന്നവരാണ്. എന്നാൽ ഈ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചുവെങ്ങനെ അറിയാനാ? നോമ്പ് അല്ലാഹു സ്വീകരിച്ചുവെന്ന് എങ്ങനെ അറിയാനാ? സകാത്ത് അല്ലാഹു സ്വീകരിച്ചുവെന്ന് എങ്ങനെ അറിയാനാണ് സ്വഹാബ? അതുകൊണ്ട് സ്വഹാബത്തെ, നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കണോ, നമ്മുടെ നോമ്പ് സ്വീകരിക്കണോ, അതിന് രണ്ടുപേരോടുള്ള മഹബ്ബത്ത് വന്നാ വല്ലാഹി വല്ലാഹി വല്ലാഹ്, രണ്ടുപേരോടുള്ള മഹബ്ബത്ത് വന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കും. ഈ രണ്ടുപേരോടുള്ള മഹബ്ബത്തില്ലേ, നിങ്ങളുടെ നിസ്കാരം, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാകും, സ്വതക്കയുണ്ടാകും. അതുപോലെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഇവിടെ കടന്നിരുന്നുകൊണ്ട് ഇൽമ കേട്ട, നസീഹത്ത് കേട്ട ആ പ്രതിഫലമുണ്ടാകും. പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു സെക്കൻഡ് കൊണ്ട്. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ കാര്യ ഗൗരവമായി പറയാൻ, പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചല്ല, ഗൗരവമുള്ള വിഷയമാണ്. സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയാ, നിങ്ങളുടെ സകലമായ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുമെന്ന് ഞാൻ പറയാ, നിങ്ങൾക്ക് കേൾക്കാൻ സന്നദ്ധരാണോ? ഉടൻ തന്നെ സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, തങ്ങളെ ഇത്രയും അമാലുകൾ അല്ലാഹു സ്വീകരിക്കുന്ന ആ ഒരു കാര്യം ഏതാണ്? ഉടൻ തന്നെ പറയുകയാണ്, ഉമ്മ ജീവിച്ചിരിക്കുന്നവരാരാ? ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് മാലിക്കുദ്ദീനാറിന്റെ മണ്ണിലേക്കൊന്ന് കടന്നു വരുമ്പോ എനിക്ക് ബോധ്യമാ, ഒരുപാട് നൂറുകണക്കാന ചെറുപ്പക്കാര് ഈ പരിശുദ്ധമായ മണ്ണിൽ വരുമെന്ന്. അതുകൊണ്ടാണ് കൂട്ടുകാരാ ഇത് പറഞ്ഞു പോകുന്നത്. ഈ കാലഘട്ടത്തിന്റെ മക്കള് ഉമ്മയെ അനുസരിക്കാതെ കഞ്ചാവിന്റെ അഡിക്റ്റുകളായി, ആഡംബരത്തിന്റെ ആഭാസരത്തിന്റെ കോടാലി അവനവന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കടന്നു വരുമ്പോ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വഹാബാ, ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന്റെ മക്കള് ഉമ്മക്ക് വില കൊടുക്കാത്ത സമയം വരുന്നതാ, ബാപ്പക്ക് വില കൊടുക്കാത്ത സമയം വരുന്നതാണ്. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, തങ്ങളെ ഞങ്ങളുടെ ഉമ്മമാരെ പൊന്നുപോലെ നോക്കുന്നവരാണ്, ബാപ്പയെ പൊന്നുപോലെ നോക്കുന്നവരാണ്, അവർ ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് എന്ന് പറയുന്ന സമയത്ത് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, വല്ലാ നിങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതല്ല, അമാ ഇന്നഹു സയകൂ. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ 2022 കടന്നു പോകുമ്പോ 2023 കാലെടുത്ത് വെക്കുമ്പോ 2024 കാലെടുത്ത് വെക്കുമ്പോ ഉമ്മയെന്ന് വിളിക്കാൻ മടിക്കുന്ന മക്കള് ഉമ്മയോട് മിണ്ടും, പക്ഷേ ബാപ്പയോട് മിണ്ടാത്ത മക്കളുടെ കാലഘട്ടം കടന്നു വരായിരിക്കുന്നുവെന്ന് പറയുമ്പോ
സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, അവരെ വെറുപ്പിക്കല്ലേ സ്വഹാബ, അവരെ കുറ്റപ്പെടുത്തല്ലേ സ്വഹാബ. ഇന്നിവിടെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കടന്നിരിക്കുമ്പോ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു നിങ്ങളെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കടന്നു വന്നിട്ട് അവരുടെ ചാരി നിന്നിട്ട് മനസ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുമ്പോ അല്ലാഹു നിങ്ങളുടെ ദുആയ സ്വീകരിക്കണമെങ്കിൽ, അവര് നിങ്ങളെ സ്വീകരിക്കണമെങ്കിൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മ നിങ്ങളെ സ്വീകരിക്കണം. അവരുടെ കണ്ണു നിറയാതിരിക്കണം, ബാപ്പയുടെ കണ്ണു നിറയാതിരിക്കലാണ്. അതുകൊണ്ടാണ് സെയ്ദ് തങ്ങൾ പറഞ്ഞത്, സഹാബാ അവരെ പൊന്നുപോലെ നോക്കിയാൽ, അവരെ സ്നേഹിച്ചാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ, അതിനോടൊപ്പം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ഇബാദത്തിന് ഇരട്ടി മാധുര്യം തരുമെന്ന് സയ്യിദുനാ സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു. എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റാലും ഒരു സെക്കൻഡ് മതി എന്റെ പൊന്നാര വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ. അതുകൊണ്ടാണ് ഖുദാ ഗോത്രത്തിൽപ്പെട്ട ഒരാള് അള്ളാന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ സ്വലാത്ത് ഞാൻ ഒരുപാട് നേരം പറയില്ല, കുറച്ചേ പറയും. ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന അപ്പൊ ഞാൻ നിർത്തും. അതുകൊണ്ട് ഉറക്കം സ്വലാത്ത് ചെല്ലണം. നബിയുനാ റസൂലുള്ളാഹി അഗദാരിൽ സ്നേഹത്തിൽ താരകപ്പൂവേ നൂറുല്ലാഹ്, ആരും കൊതിക്കുന്ന വെണ്ണിലാവേ റസൂലുള്ളാഹ്, അഴകിൽ വീരിഞ്ഞുള്ള സ്വാന്തനമാണ് നൂറൂരേ, അജബോകളേറ്റമോ കാട്ടിയുള്ള സിറാത്തോരേ. അതുകൊണ്ട് മുടങ്ങട്ടെ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് മുത്തു നബിയോടൊരു ചോദ്യമാ, യാ റസൂലല്ലാഹ് സ്വല്ലൈതു സ്വലവാത്തുൽ ഖംസ് വഅദ്ദൈതു സകാത്ത് വസുംതു റമളാന വഖുംതു ലയാലിയാ മമ്മാത അലാ ഹാദാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ചോദിക്കാണ്, നബിയേ സ്വല്ലൈതു സ്വലവാത്തുൽ ഖംസ്, ഒരു ളുഹർ മുടക്കിയിട്ടില്ല, ഒരു അസർ മുടക്കിയിട്ടില്ല, ഒരു ഇശാ മുടക്കിയിട്ടില്ല, ഒരു മഗ്രിബ് മുടക്കിയിട്ടില്ല. യാ റസൂലല്ലാഹ് വഅദ്ദൈതു സകാത്ത്, എന്റെ സ്വത്തിന്റെ സകാത്ത് കൊടുത്തു വീട്ടുന്നുണ്ട് നബിയെ. കൊല്ലമായ അത് മാറ്റിവെക്കില്ല നബിയെ, അത് ഞാൻ കൊടുത്തു വീടും നബിയെ. അത് മാത്രവുമല്ല വസുംതു റമളാന, പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ റമളാനൊന്ന് കടന്നു വന്ന ആ പരിശുദ്ധമായ റമളാനില് നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരും നബിയെ. അതും കഴിഞ്ഞിട്ടില്ല, രാത്രിയായാൽ ആ റമളാനിൽ നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് പടച്ചവന്റെ പള്ളിയിൽ കടന്നു വന്നിട്ട് നല്ലതുപോലെ തറാവീഹ് നിസ്കരിക്കും നബിയേ, തഹജ്ജുദ് നിസ്കരിക്കും നബിയേ. യാ റസൂലല്ലാഹ് മമ്മാത അലാ ഗദാ, ഇങ്ങനെ ഞാനങ്ങ് മരിച്ചു പോയാ, വിട പറഞ്ഞു പോയാൽ എന്റെ വാസസ്ഥലം എവിടെയാ നബിയേ? അതായത് ചോദിച്ചതിന്റെ പൊരുള് അത് സ്വർഗമാണോ അതല്ല നരകമാണോ എന്നാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. അല്ലാഹുവേ, പവിത്രമായ പരിശുദ്ധരായ സ്വഹാബത്ത് കിടക്കുന്ന അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും എല്ലാവരും കടന്നു പോന്ന പവിത്രമായ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ഫതബസ്സമ റജുല്, ഈ മനുഷ്യനൊന്ന് ചിരിച്ചു പോയി. കാരണം ഒരു വഖത്തും മുടക്കാറില്ല, ഒരു നോമ്പും മുടക്കാറില്ല, ഒന്നും മുടക്കാറില്ല. അങ്ങനത്തെ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചിരിക്കുമ്പോ മുസ്തഫ നബി തങ്ങൾ അടുത്തതായി
പറഞ്ഞൊരു വാക്കുണ്ട്, മാലം യഅഖബാലിദൈ. പടച്ചവനെ, ഒരു കൊല്ലത്തിന്റെ കഥയല്ല, അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ കഥയല്ല, ഒരു മിനിറ്റിന്റെ കഥയല്ല. ഉമ്മയോടും ബാപ്പയോടും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. വലാ യഹുദ്ദൻ നളറ അലൈഹിമാ. ഉമ്മയുടെയോ ബാപ്പയുടെയോ മുഖത്ത് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കരുത്. നിമിഷ നേരത്തില്, ഒരു സെക്കൻഡിൽ അവരുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയ, വല്ലാ, ഇന്നലെ വരെ ചെയ്തു പോയ, ആ സമയം വരെ ചെയ്തു പോയ, ആ സെക്കൻഡ് വരെ ചെയ്തു പോയ സകലമായ ഇബാദത്തുകളും അല്ലാഹു പൊളിച്ചു കളയുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത സർവ്വരെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന നബിയുനാ റസൂലുള്ളാഹ്. ഉറക്കുന്നു പറയ്, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സെക്കൻഡ് മതി, മണിക്കൂർ വേണ്ട, ദിവസങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരാൻ. വീട്ടിലേക്ക് വന്നപ്പോ വയസ്സായ ഉമ്മ വീട്ടിന്റെ മുമ്പിലുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. അപ്പോഴാണ് ഉമ്മാന്റെ ചോദ്യം, മോനെ യാത്ര എങ്ങനെയുണ്ട്? ആ സമയത്ത് മകൻ, ഈ കിളവിക്ക് എന്താ ഇങ്ങനെയെന്നുള്ള ഒരു വെറുപ്പിന്റെ ഒരു നോട്ടം, ഒരു ദേഷ്യത്തിന്റെ ഒരു നോട്ടം. ഹജ്ജ് വെള്ളത്തിലായി, ഹജ്ജ് പോയി, പിന്നെന്തിനാ നമ്മൾ പോകുന്നത്? ഉംറ പോയി, നിസ്കാരം പോയി, നോമ്പ് പോയി, സക്കാത്ത്. എന്തിന്? അള്ളാഹു നമ്മളെ സ്നേഹിക്കണോ? മുസ്തഫ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കണോ? അള്ളാന്റെ പൊരുത്തം എന്ന് പറയുന്നത് ഫീ റിളൽ വാലിദൈൻ, ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ്. ആ സമയത്തെങ്ങാനും ഇറങ്ങിപ്പോയിട്ട് എവിടെങ്കിലും വെച്ച് മരിച്ചാൽ സന്തോഷം കിട്ടോ? ഇല്ല. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ? ഏതെങ്കിലും ഒരാൾ ഉമ്മയെ ഉപ്പയെ വെറുപ്പിച്ചാൽ അനബരി, ഞാൻ അവനെ ഒഴിവാക്കി എന്ന് ആകപ്പാടുള്ള പ്രതീക്ഷ ഹബീബാൻ. ഉറക്കെ പറയും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു പറയാൻ, ഒരാൾ അങ്ങനെ ചെയ്താൽ അനബരി, ഞാൻ അവനെ ഒഴിവാക്കി, എനിക്ക് അവനെ വേണ്ടാൻ, ഹബീബിന് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആരാ പിന്നെ നമുക്കുള്ളത്? അതുകൊണ്ട് എത്രത്തോളം ഇബാദത്തുകൾ ചെയ്താലും ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചുറുചുറുക്കുള്ള എന്റെ പൊന്നു ചെറുപ്പക്കാരോട് പറയാണ്, ചോരത്തിളപ്പുള്ള സമയത്ത് നമുക്ക് എന്താ ചെയ്യുന്ന എന്നറിയില്ല, ഉമ്മയോടെന്താ പറയുന്ന എന്നറിയില്ല, ബാപ്പയോടെന്താ പറയുന്ന എന്നറിയില്ല. ഈ പരിശുദ്ധമായ മാലിക്കുദ്ദീനാറിന്റെ പവിത്രമായ ഈ പുണ്യഭൂമിയിൽ കടന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ യുവത്വത്തോട് ഞാൻ പറയാ, അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്ത് എത്രയോ നല്ലതുപോലെ നമ്മൾ പഠിച്ചു മുന്നോട്ട് കടന്നു വന്നിട്ട് തൊഴിലിന് വേണ്ടി കടന്നു പോകുന്നവരാ. അതുപോലെ കടകൾ തുടങ്ങുന്നുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാ നമുക്കൊരു ബറക്കത്ത് കിട്ടാത്ത എന്നറിയോ? നിന്നെ പ്രസവിച്ച് വളർത്തിയ നിന്റെ ഉമ്മ വീട്ടിലുണ്ട്. 16, 17, 18 കൊല്ലം കിടന്ന പാടുപെട്ടുപോയ ഉപ്പ നിന്റെ വീട്ടിലുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ നീ കടന്നു വന്നിട്ടില്ലെങ്കിൽ എന്തെല്ലാം തൊഴിലുകൾ ചെയ്തു പോയാലും ആ തൊഴിലിൽ നിന്നും ഒരു സാന്ത്വനം കിട്ടൂല. ഇനി പരിശുദ്ധമായ റമളാനൊന്ന് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട മജീദ് ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാ. വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ വരുന്ന ചെറുപ്പക്കാരെ, അതുപോലെ തറാവീഹിന് വരുന്നവരെ, അതുപോലെ പടച്ചവന്റെ പള്ളിയിൽ കയറിയിരിക്കുന്നവരെ, അല്ലാഹുവേ, ഖുർആൻ ഒരു വട്ടമല്ല 2 ഖത്തമോദിയ, 3 ഖത്തമോദിയ, 4 ഖത്തമുകളോദിയ എത്രയോ ആളുകളാ. പക്ഷേ അതൊക്കെ റബ്ബ് സ്വീകരിക്കണോ? വീടിന്റെ കത്തട്ടിലുള്ള നമ്മളെ പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത, നമ്മളെ പോലെ തൊലിവെളുപ്പില്ലാത്ത, നമ്മളെ പോലെ വസ്ത്രത്തിന് സന്തോഷമില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ എത്രയൊക്കെ ഖുർആൻ ഓതിയാലും അതിലൊരു കൂലി കിട്ടൂല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വിജയിക്കാനെന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ നമുക്ക് വിജയിക്കണോ? വല്ലാഹി വല്ലാ, ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം വേണമെന്ന് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു നബിയുടെ അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകൾ നിന്ന് കേട്ടു പഠിച്ചു മനസ്സിലാക്കിയിട്ട് കടന്നു വന്ന മഹാനുഭാവൻ അവിടെ ഒന്ന് പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണോ?
ഈ വഅള് പറയുന്ന ഞാന് ഇവിടെ നിന്നുകൊണ്ട് വഅള് പറയുമ്പോ എന്റെ വഅള് അല്ലാഹു തആല സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉമ്മയോട് സ്നേഹമുള്ളവനാകണം, ബാപ്പയോട് സ്നേഹമുള്ളവനാകണം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തമുണ്ടാകണം. ഉപ്പ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഉപ്പമാരെ പറ്റി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. ഇന്ന് എല്ലാ സ്ഥലത്തും ഉമ്മമാരെ പറ്റി വാളുണ്ട്, ഉപ്പായെ പറ്റി വാളില്ല, കുറവാ. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. ഏതായാലും അള്ളാഹു ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നല്ലൊരു സ്ഥലം, എത്ര ആളുകളാ. അപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ അമീൻ പറഞ്ഞുവിടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ വിട പറഞ്ഞു പോയ ഉപ്പയും ഉമ്മയും ദാ നോക്കി, ഇതിന്റെ ചുറ്റുഭാഗത്തേക്ക് നോക്കിയാൽ എത്ര ഖബറുകളാണ്. അതിലൊക്കെ നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ബാപ്പയുണ്ട്. അള്ളാഹുരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്താലേ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആരക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തആല അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി മാറ്റട്ടെ. അതുകൊണ്ട് അവരെ പൊന്നുപോലെ സ്നേഹിക്കണം നമ്മൾ. പക്ഷെ കുറച്ച് കടുപ്പായിരിക്കും, കുറച്ച് കടുപ്പ്. ചിലപ്പോ എന്തെല്ലാം പറയും, നമ്മൾ എത്ര കൊടുത്താലും ചിലപ്പോ ഉമ്മ പറയും നീ ഒന്നും തരുന്നില്ല, നീ ഒന്നും തരുന്നില്ല, നീ ആള് ശരിയല്ല. നമ്മളൊന്നും പറയണ്ട, നമ്മളൊന്നും പറയാൻ പോണ്ട, നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ചേക്ക. അതിന് വലിയ കൂലിയാണ്, അതിന് വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അവരെ പൊന്നുപോലെ നോക്കുക. ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. ആരുടെ മുമ്പിലെന്നറിയോ? മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പറയുന്നു, അബൂ ത്വൽഹ, എനിക്കൊരു വയസ്സായ ഒരു ഉമ്മയുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മാനോട് എനിക്ക് സ്നേഹമില്ല അബൂ ത്വൽഹ. എന്റെ ഉമ്മയോട് സ്നേഹം വരാ, എന്റെ ഉമ്മയോട് ഇഷ്ടം വരാ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമോ? അബൂ ത്വൽഹ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ പോയൊരു കല്യാണം കഴിക്ക. ഉമ്മയോട് സ്നേഹമില്ല, എനിക്ക് സ്നേഹം വേണം. അബൂ ത്വൽഹ തങ്ങൾ പറഞ്ഞ മറുപടി എന്നറിയോ? മോനെ നീ പോയിട്ടൊരു കല്യാണം കഴിക്കാൻ. ഉമ്മയോട് സ്നേഹം കൂടെ എന്തിനാ കല്യാണം കഴിക്കണേ? ഏതായാലും കേട്ടു, ചെന്നു തന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ വിവാഹം ആലോചിച്ചു, കല്യാണം കഴിച്ചു. 7ാമത്തെ മാസം കടന്നു വരുന്നു. അബൂ ത്വൽഹ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളോട് വല്ലാത്ത ഇഷ്ടമാണ്. അവളും 6 മാസം ഗർഭിണിയാണ്. അതുകൊണ്ട് നിങ്ങൾ കാരക്ക മന്ത്രിച്ചു കൊടുക്കാറുണ്ടല്ലോ, ഒരെണ്ണം എന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയിട്ട് അവൾ വൊമിറ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത സങ്കടമാ. അതുകൊണ്ട് ഒരു കാരക്കയൊന്ന് മന്ത്രിച്ചു തരാമോ? ഉടൻ തന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാ, എഴുന്നേക്കടാ മുമ്പിൽ നിന്ന്, നിനക്ക് ഇവിടെ കാരക്കയുമില്ല, ഒന്നുമില്ല, കടന്നു പൊക്കോ. ഉടൻ തന്നെ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നിക്കാഹ് ചെയ്തത്, ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയുകയാണോ? ഉടൻ തന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എവിടെയാ നിന്റെ ഉമ്മ എവിടെ? അപ്പൊ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായി ഈന്തപ്പന പോലെ കണ്ടുണ്ടാക്കിയ വീട്ടില് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നുണ്ട്. അബൂ ത്വൽഹ തങ്ങൾ ചോദിച്ചു, എത്ര ദിവസമായി ഉമ്മയുടെ മുമ്പിൽ പോയിട്ട്? അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ കുറെ ദിവസങ്ങളായി എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിൽ പോയിട്ട് എന്ന് പറയുമ്പോ അബൂ ത്വൽഹ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ലി ഉമ്മീക ഹഖ്ഖുൻ ഇൻ അലിംത കസീറു കയാ ഗാദാ ലദൈഹി യസീറു വകം ലൈലത്തിൻ ലാഖത് ലിസികലിക തസ്തഗി ലഹാ മിൻ ജവാഹർ നതും വസഫീറു وفي الوضع لا تدري عليها مشقة فمن عسس منها الفؤاد يطير لأمك حق إن علمت كثير. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, മോനെ നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങള്, വേദനകള്, സങ്കടങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, ലഹാ സഫീറൂ
അവരുടെ മുക്കലുകള്, അവരുടെ മൂളലുകള്, അത് നീ അറിഞ്ഞു പോയാ ലഹാ കസീറൂ, ഒരുപാട് പറയാനുണ്ട് മോനെ. അത് മാത്രവുമല്ല, വഫിൽ വളഇ ലാ തദ്രി അലൈഹാ മശഖത്തു, നിന്നെ പ്രസവിക്കുന്ന സമയത്ത്, നിന്നെ പ്രസവിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാട്, ആ വേദനകള്, ആ നൊമ്പരങ്ങള്, ആ ദുഃഖങ്ങള്, അത് നീ അറിഞ്ഞാ നിന്റെ ഉമ്മയെ നീ ഒന്നും പറയാറില്ല. ഇതിങ്ങനെ കേട്ടപാട് ചെറുപ്പക്കാരന്റെ കണ്ണങ്ങു നിറഞ്ഞു. അബൂ തൽഹ, എനിക്കൊന്ന് അനുവാദം തരുമോ എന്റെ ഉമ്മാന്റെ അരികത്തു പോകാൻ, എന്റെ ഉമ്മാന്റെ കാൽക്കൽ വീണെന്ന് പൊരുത്തം ചോദിക്കാൻ? കേട്ടപാട് അബൂ തൽഹ തങ്ങളുടെ മനസ്സൊന്ന് വല്ലാതെ സന്തോഷിച്ചു. പോമോനെ. അങ്ങനെ മകനവിടന്ന് ഓടുകയാണ്. അങ്ങകലെ ചെന്നുകൊണ്ട് വീടിന്റെ മുറ്റത്തു നിന്നിട്ട് അസ്സലാമു അലൈകി യാ ഉമ്മീ, ഉമ്മയോട് സലാം പറയുമ്പോ യാ ബുനയ്യാ, എത്രയോ ദിവസങ്ങളായി മക്കളെ പൊന്നുമകനെ കാണാതിരുന്നിട്ട് ഉമ്മയോട് സലാം പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോന് കടന്നു വന്നോ, ഒന്നകത്തേക്ക് വരുമോ? ഉമ്മാന്റെ കാല് തളന്നിട്ടുണ്ട് മോനെ. ഓടിയങ്ങ് ചെല്ലുമ്പോ അല്ലാഹുവേ, കൽബങ്ങ് പൊട്ടിപ്പോയി, മനസ്സങ്ങ് പൊട്ടിപ്പോയി. അവിടെ ഉമ്മ മലത്തിലും മൂത്രത്തിലും കുളിച്ച് കിടക്കുകയാണ്. അതുപോലെ ഒരുപാട് കാഷ്ടം ഉണങ്ങിയിട്ട് ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് ചെറുപ്പക്കാരന്റെ കണ്ണു നിറഞ്ഞു. ഉമ്മാനെ വാരിയങ്ങെടുത്തു കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മാ ഞാനൊന്ന് കുളിപ്പിച്ചോട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ നീ എന്നെ കുളിപ്പിക്കാൻ ആഗ്രഹിച്ചു വന്നവനാണോ? എന്നാ അല്ലാഹു നിനക്ക് സന്തോഷം തരട്ടെ. ഉമ്മാന്റെ ശരീരം മുഴുവനും വൃത്തികേടാ, ഒന്ന് കഴുകി ഒന്ന് ശുദ്ധിയാക്കോ. അവിടെ നിന്ന് പൊന്നുമകൻ ഉമ്മയെ കൊണ്ടുപോവുകയാണ്. നല്ലതുപോലെ കുളിപ്പിച്ച് ഒരുക്കി ഉമ്മാനെ എടുത്തു തോളിലേക്ക് ഇട്ടു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അബൂ തൽഹ തങ്ങൾ സന്തോഷത്തോടിരിക്കുകയാണ്. ഉമ്മാനെ കൊണ്ടൊരു ഭാഗത്തിരുത്തി അബൂ തൽഹ തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് വിളിക്കുന്നു, അബൂ തൽഹ, ഇതെന്റെ ഉമ്മയാ തങ്ങളെ, എന്റെ ജീവന്റെ ജീവനാ. എത്ര മാസങ്ങളായി ഞാൻ എന്റെ ഉമ്മാന്റെ മുമ്പിൽ പോയിട്ട് എന്റെ ഉമ്മ എന്നെ ഓർക്കെത്ര കരഞ്ഞിട്ടുണ്ടാകും, എത്ര വേദനിച്ചിട്ടുണ്ടാകും, എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പുണ്ടാകില്ലേ തങ്ങളെ? ഉടൻ തന്നെ അബൂ തൽഹ തങ്ങൾ ചോദിക്കാ, ഉമ്മാ നിങ്ങളുടെ പൊന്നുമോനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ ഉമ്മ? അവിടെ നിന്ന് പറഞ്ഞ എന്റെ മകനോട് എനിക്ക് വെറുപ്പോ? അല്ലാഹുവേ, ഇത്രയും ദിവസമായിട്ട് എന്റെ പൊന്നുമകൻ എന്റെ അരികത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും വല്ലാഹി വല്ലാ അവൻ എന്നെ എന്ത് ചെയ്തിട്ടാണ്? എനിക്കവനോട് വെറുപ്പില്ലല്ലോ, എനിക്കവനോട് ദേഷ്യമില്ലല്ലോ, എനിക്കവനോട് പരിഭവമില്ലല്ലോ, എനിക്കവനോട് ഒന്നും തന്നെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് അരികിലേക്ക് ഉമ്മ കൈയാട്ടി വിളിക്കുമ്പോ പൊന്നുമകൻ ഉമ്മാന്റെ അരികത്ത് ചെല്ലുമ്പോ ആ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അബൂ തൽഹ തങ്ങളോട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ എന്റെ മകനോട് എനിക്കൊരു വെറുപ്പ് തോന്നിയിട്ടില്ല. അല്ലാഹുവേ, എന്റെ പൊന്നുമകനിക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. ഇത് കേട്ടപാട് ഉമ്മാന്റെ കാൽ ചുവട്ടിലങ്ങ് കിടക്കുകയാണ്. ഉമ്മാ, ഈ കാലുകൊണ്ട് ഈ മകന്റെ കവിളിൽ ഒന്ന് ചവിട്ടുമോ ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ കവിളിൽ ചവിട്ടാനോ? നിന്റെ ശരീരത്തൊരു ഉറുമ്പിരിക്കുന്നത്, ഒരു തുരുമ്പിരിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഉമ്മ നിന്നെ ചവിട്ടാനാണോ എന്ന് പറയുമ്പോൾ ഉമ്മയെ ചേർത്തങ്ങ് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ഉമ്മ
ഉമ്മയെ ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉമ്മാനെ എന്നും കുളിപ്പിക്കും, നല്ലതുപോലെ ഒരുക്കും. ഒരു ദിവസം അബൂ ത്വൽഹ തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ചോദിച്ചു, തങ്ങളെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കൂലേ? ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കൂലേ? ഞാൻ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കൂലേ? മോനെ, നിന്റെ ഉമ്മ എങ്ങനെ ഇരിക്കുന്നു? അടുത്ത ചോദ്യം. ഉമ്മ ചിരിക്കുന്നുണ്ട്, ഉമ്മക്കുപ്പ സന്തോഷമാ. എന്നാ അൽഹംദുലില്ലാഹ്, അല്ലാഹു നിന്റെ ഇബാദത്തിനെ അല്ലാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുനാ അബൂ ത്വൽഹ. ഉറക്കുന്നു പറയും മുത്തുനബിയുടെ തോഴൻ സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. ഈ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളൂ. പൊന്നാര വാപ്പമാരെ, കാലഘട്ടം മോശാണ്. നമ്മുടെ പാവപ്പെട്ട ഉമ്മമാരോട് ബാപ്പയോട് സംസാരിക്കാനോ ഒന്നരികത്തിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ നമുക്കിന്ന് ടൈമില്ല. എനിക്കും നിങ്ങൾക്കും ടൈമില്ല, അല്ലേ? അള്ളാന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലിക്കോളി വാപ്പാര്, നല്ല സന്തോഷം കിട്ടും. ഉറക്ക നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിക്കുമ്പോ, ബാപ്പ ജീവിച്ചിരിക്കുമ്പോ അവരെ എത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റുമോ? ഇനി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ വാളിന്റെ മജ്ലിസിൽ വന്നില്ലെങ്കിലും നിങ്ങളുടെ ഉമ്മന്റെ അടുക്കൽ അല്പം ഇരിക്കാൻ പറ്റുമോ? എന്നാൽ ഈ സദസ്സിനേക്കാൾ നല്ല നിങ്ങൾക്ക് അവിടെ ഇരിക്കലാണ്. കാരണം ആ ഉമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കലാണ് ഏറ്റവും നല്ലത്. ബാപ്പ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാപ്പന്റെ അരികത്ത് പോയിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാലേ അള്ളാഹു നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുള്ളൂ. അല്ലാതെ ഉസ്താദെ ഒരു വക്കത്ത് ഞാൻ മുടക്കൂല, ഫുൾ ടൈം നിസ്കാരം സ്വീകരിക്കണം. ഈ രണ്ടുപേരെ സ്നേഹം ഉണ്ടാകണം, എങ്കിലേ അള്ളാഹ് സ്നേഹിക്കുള്ളൂ, മുസ്തഫ നബി തങ്ങളെ സ്നേഹിക്കുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ അവരെ പൊന്നുപോലെ സ്നേഹിക്കണം. പിന്നെ മരിച്ചുവിട്ട് അള്ളാഹ് എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അവർ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒന്നുമില്ല സ്വഹാബത്തെ, അല്ലേ? അതുകൊണ്ട് എന്ത് വേണം? മമരം ഗോച്ചിടോമി അരികത്തെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കോരിരുൾ നീന്തിടോമി അരികത്തെ പള്ളിപ്പറമ്പിലാണെന്റുമ്മ, കുട്ടിക്കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ ബാപ്പയും, പിന്നെ കരളിലെ മാണിക്യ കല്ലായി മാറത്തൊളുപ്പിച്ചതാണുമ്മ, മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, മാടി വിളിച്ചാലി ഫോദിത്തമ്മുമ്മ, മാനം ഭൂമിയോളം ക്ഷമപേറും ഉമ്മ, മൗത്തുവരെ എന്നെ ഓർത്തെന്റെയുമ്മ, മാറം നിട്ടാകം നീട്ടെവിടെ പോയാലും കരളിലുണ്ടുമ്മ, ദുആ കൊണ്ട് തുടരും എന്റുമ്മ, മാനെ തേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങിനാ, താലോല പാട്ടോണ്ട് ഞാൻ ഉറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ, മാനെ തേനെയെന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങിനാ, താലോല പാട്ടോണ്ട് ഞാൻ ഉറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ. ഉമ്മ സ്നേഹത്തോടെ വിളിച്ചരികത്തിരുത്തും. മക്കളെ എന്ന് പറഞ്ഞ അവരങ്ങോട്ട് അത്രയും ജീവനാണ് അവർക്ക്, ഇല്ലേ? നമ്മൾ അവരോട് യാത്ര പറഞ്ഞാതെ, നമ്മൾ അവരോട് യാത്ര പറയാതെ പോയാലും അവർ മുസല്ല വിരിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യും നമ്മുടെ ഉമ്മമാര്, ഇല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നമ്മൾ നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും ഒരുപക്ഷെ ഒന്നും മിണ്ടിട്ടുണ്ടാവൂല. ആ സാധുക്കളോട് മരുമകള് പറഞ്ഞു, അതായത് നമ്മുടെ ഭാര്യമാര് പറഞ്ഞു, ഇക്ക പോയിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മ എന്ത് ചെയ്യും? ഉമ്മ നേരെ മുസല്ല പോയി ഇരുന്നിട്ട് കരയും, റബ്ബേ എന്റെ കുട്ടി പോയിട്ടുണ്ട്, അവനെ നീ രക്ഷപ്പെടുത്ത. ആ കരങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പേടിക്കണ്ട.
ആ കരങ്ങൾ പോയാൽ കഴിഞ്ഞു. അതുകൊണ്ട് ആ കരങ്ങൾ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും ഒരുപോലെ ആഗ്രഹിക്കണം, എന്റെ ഉമ്മയും എന്റെ ബാപ്പയും എന്റെ വീട്ടിൽ കഴിയണം. ഞാൻ നിങ്ങളോട് പറയാൻ, ഈ കാസർഗോഡ് ജില്ലയിലെ ഇവിടെ നിന്ന് ഞാനിപ്പോ വാള കഴിഞ്ഞിട്ട് കടന്നു പോകുന്ന ഒരു സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അബ്ദുൾ റസാഖുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉപ്പ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയം ഞങ്ങളെ വല്ലാതെ നോക്കിയപ്പോ ഒരു ചായ പിടിച്ചു കൊടുക്കാൻ പോലെ അങ്ങനെ ചായ കുടിച്ചു. ആ പ്രിയപ്പെട്ട ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾ എവിടത്തേക്കാൻ? ആ ഉപ്പ എന്നോടൊരു മറുപടി പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല മോനേന്നാ, അങ്ങനൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ നാടെവിടെ? അപ്പൊ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഇന്ന സ്ഥലത്താണ്. അത് ഇവിടെ വെച്ചിട്ട് പറയുമ്പോ ഒരു പക്ഷേ അതൊരു വേദനയാകും. ഇന്ന സ്ഥലത്താണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? 6 മക്കളുണ്ട്, വല്ലാ 6 മക്കള്. അപ്പൊ ചോദിച്ചു, ഈ മക്കളൊന്നും ഇല്ലേ ഉസ്താദെ? വീട്ടിലേക്ക് പോയാൽ അവരെന്നൊന്നും പറയില്ല. എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹാൻ, പക്ഷെ അവര് മിണ്ടൂല, അവരെന്നോട് മിണ്ടൂല. ഒരു ഉപ്പ പറയാൻ, അവരെന്നെ ഒന്നും പറഞ്ഞിട്ടല്ല, അവരെന്നോട് മിണ്ടാറില്ല. എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടം. അതാണ് മഹാനായ പിന്നെ ഉമൈർ തങ്ങൾ പറഞ്ഞത്, ഒരു വീട് ജയിലാണ്. ഉപ്പയോട് മിണ്ടാത്ത മക്കളുണ്ടോ, ആ വീട് ജയിലാണ്. ഇതെവിടെന്ന് കേട്ടെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നാണ്. അതുകൊണ്ട് അവരെ പൊന്നുപോലെ നോക്കണം, എങ്കിലേ നമ്മുടെ എല്ലാ കാര്യം അല്ലാഹു തആല നല്ല എളുപ്പത്തിലാക്കി തരുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്നേഹം കൊടുക്കണമെന്ന് പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, നമ്മുടെ ഉമ്മയെന്ന് പറഞ്ഞ നമ്മുടെ തങ്കക്കുടമായിട്ട് ജീവന്റെ ജീവനായി കൊണ്ടു നടന്ന അല്ലാഹു നമ്മളെ സ്നേഹിക്കുകയാണ്. ഉമ്മ സ്നേഹിക്കുമ്പോ റബ്ബ് സ്നേഹിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും നേതാവ്, ലോകത്തിന്റെ മണിമുത്തേ, മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത ലോകത്തിന്റെ ഗുരുവര്യര് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഉപ്പമാരെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യയെ ബഹുമാനിക്കണം. നബിങ്ങൾ പറയാൻ ഭാര്യയെ ബഹുമാനിക്കണമെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മുമ്പിൽ വന്ന് തങ്ങളെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറയും. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത? അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര മണി? ഇപ്പൊ കറക്റ്റ് 11 മണി. ഇൻഷാ അല്ലാഹ് തങ്ങളുടെയൊക്കെ അനുവാദം ചോദിച്ചൊരു 11:30 ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തും. അപ്പൊ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തങ്ങൾക്കുള്ള നസീഹത്തും അതും ആയും ഒരു അരമണിക്കൂർ നിങ്ങൾ എന്നെ സഹിക്കുക. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇതേപോലെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇരിക്കണം. ഒന്ന് ഉറക്കുന്ന ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? അവരെ പൊന്നുപോലെ സ്നേഹിച്ചു കൊണ്ടുവരണം. ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ബസറയിലേക്ക് ഇപ്പൊ കാരക്കേറ്റേണ്ട ആവശ്യമില്ല. മജീദ് എന്നും വാഴാൻ. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇവിടത്തെ ഉറൂസായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവിടെ കാണൂല. അത് വേറെ കാര്യം. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണ്, അവരെ പൊന്നു പോലെ സ്നേഹിക്കാൻ പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ കടന്നിരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, അവരെ വെറുപ്പിക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ. ഒരു നോട്ടം കൊണ്ടുപോലും അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയാ ദുനിയാവിന്റെ പുറത്ത് വെച്ച് തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ തരുമെന്നാണ്. ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാ. നിങ്ങളുടെ സമയം കൊന്നുകളയാനല്ല, അനുഭവങ്ങളിലൂടെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റും. റബ്ബേ, ഇതുപോലെ വഅലിന് പോകുന്ന ഒരു സമയമാണ്. ഒരു വാഹനം നമ്മുടെ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ പാസ് ലൈറ്റ് അടിച്ച് കടന്നു വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ പറയാണോന്ന്. മജീദ് ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, അങ്ങനെ എത്ര അനുഭവങ്ങളാ പലരും പറയുന്നത്. അങ്ങനെ കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു, അത്യാവശ്യമുള്ളവര് പോകട്ടെ. ആ സമയത്ത് അവിടെ നീ വാഹനം വന്ന് മുമ്പിൽ നിന്നു.
കേറിപ്പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് വന്നിട്ട് നേരെ മുമ്പിലാ നിൽക്കുക. ഞാൻ വിചാരിച്ചു പടച്ചോനെ എവിടെങ്കിലും ഇനി പോവാതിരുന്നിട്ടുണ്ടാ. രണ്ട് ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് ഉസ്താദ് ഒരാൾക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇദ്ദേഹം പറഞ്ഞു ഉസ്താദെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ എവിടത്തേക്കാൻ? അന്നത്തെ വാളിന്റെ സദസ്സിലേക്ക് തന്നെയാണ് വരും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, സമയം ഒരുപാടായില്ലേ, അദ്ദേഹം നമ്മുടെ വണ്ടി ഇരുന്നോട്ടെ, നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് വണ്ടിയിരുത്തിയ ഇദ്ദേഹം ഭയങ്കര കരച്ചിലാണ്. വല്ലാതെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ഇരിക്കുകയാ. ഈ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരാനാണ്, സന്തോഷത്തോടെ കടന്നു വരാനാ. അവിടെ ഇദ്ദേഹം കരയുമ്പോ ചോദിച്ചെന്തിനാണ് കരയുന്നത്? എന്റെ ഉമ്മക്ക് വേണ്ടി വന്ന് ദുആരക്കുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ, അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി വന്ന് ദുആരക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദേ, എന്റെ ഉമ്മാന്റെ ചെറുപ്പം മുതൽ ഉമ്മാക്കൊരു രോഗമുണ്ട്, കാലിന്റെ എല്ലുകളും മസ്തികളൊക്കെ പൊട്ടിപ്പോകുന്ന രോഗം, പൊടിഞ്ഞു പോകുന്ന രോഗം. എവിടെയെങ്കിലും വീണാ ഉമ്മാന്റെ എല്ല് പൊട്ടാറുണ്ട്. എന്റെ ഉമ്മ ഒരു വേള പറഞ്ഞു മോനെ ഉമ്മാക്ക് ഒന്നിനും കഴിയില്ലടാ, നീ ഒരു കല്യാണം കഴിച്ചോ, നല്ല മനസ്സോട് കൂടിയിട്ട് കടന്നു വന്നോ, നല്ലതുപോലെ മുന്നോട്ട് വെക്കോ. ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ കല്യാണം കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ കടന്നു വന്നപ്പോ അള്ളാഹു എനിക്ക് 2 മക്കളെ തന്നു. ആ പൊന്നുമക്കളും ഒത്തുകൊണ്ട് കുടുംബ ജീവിതമൊക്കെ റാഹത്തായി നടക്കുമ്പോ ഒരു വേള പാതിരാത്രി എഴുന്നേറ്റ് പോയ ഉമ്മ മറിഞ്ഞു വീണിട്ട് 2 കാലും ഒരു കൈയും ഒടിഞ്ഞു പോയി. കാരണം എല്ലുകൾക്ക് ബലമില്ലല്ലോ ഉസ്താദേ. അങ്ങനെ അതാ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഉമ്മാന്റെ 2 കാലിലും പ്ലാസ്റ്റർ ഇട്ടു, ഒരു കൈയിലും പ്ലാസ്റ്റർ ഇട്ടു. വീടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് 3 മാസം അടുപ്പിച്ചാകുന്നുണ്ട്. കാരണം നേരാകാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഇക്കാ, ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മയും നിങ്ങളും, അല്ലെങ്കിൽ ഞാനും നിങ്ങളും 2 മക്കളും, ഇതല്ലാതെ നിങ്ങളുടെ ഉമ്മായി ഇനി നോക്കാ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ എന്റെ മക്കളെന്ന് പറഞ്ഞ ജീവനാണ്, എന്റെ മക്കളെന്ന് പറഞ്ഞ എനിക്കു ജീവനാണ്. എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ കൊണ്ട് കളയാൻ പറ്റോ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു പെണ്ണേ, ഉമ്മാന്റെ കാലൊന്ന് ശരിയാകുന്നത് വരെ ക്ഷമിക്കുക, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാലിന്റെ പ്ലാസ്റ്ററൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ നമുക്കൊരു യാത്ര പോകാം ഉമ്മ, പോകുമ്പോ 3-4 ഡ്രസ് കൂടെ എടുക്കണം ഉമ്മ. എന്റെ ഉമ്മക്ക് സന്തോഷമായി, എന്റെ ഉമ്മാക്ക് സന്തോഷമായി. ഉമ്മ ഡ്രസ്സൊക്കെ എടുത്തു. നമ്മളൊരു കെട്ടിടത്തിന്റെ മുമ്പിലെത്തിയപ്പോ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇന്നു മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്, എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. അതിനെന്താ മോനെ, മക്കളുണ്ടല്ലോ, പേരമക്കളുണ്ടല്ലോ, അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ആ സമയം പറഞ്ഞു ഇല്ല ഉമ്മ, നിങ്ങളെ പോലെ ഒരുപാട് വയസ്സുള്ളവരിവിടെ ഉണ്ടുമ്മ. എന്റെ ഉമ്മയോട് അതൊരു വൃദ്ധസദനമാണെന്ന് പറയാ എനിക്ക് മടിയാ. ഉമ്മയെന്ന് പറഞ്ഞ ജീവനാ. പക്ഷേ മറ്റൊരു ഭാഗത്തെന്റെ പൊന്നുമക്കളുമുണ്ട്, ആരെ ഒഴിവാക്കണമെന്നറിയില്ലല്ലോ. നിറകണ്ണുകളോടെ ഉമ്മാനെ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കുമ്പോ ഞാൻ എന്റെ വാഹനത്തിലേക്കൊന്ന് കയറാൻ വരുമ്പോ എന്റെ ഉമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ ചിരിച്ചു. ഉസ്താദേ, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഞാൻ സങ്കടപ്പെടാൻ പാടില്ലെന്നാ. അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചു. ഇന്ന് എന്റെ കൂടെ ഇവിടെ കടന്നു വന്ന വർക്കല ഭാഗത്തുള്ളവരുണ്ട്, ഇവിടെയുമുണ്ട് വർക്കല ഭാഗത്തുള്ളവര്. നമ്മളൊക്കെ വായിച്ചു പോയ ഒരു വാർത്തയാണല്ലോ. ഇദ്ദേഹം പറഞ്ഞു ഉസ്താദേ, ഒരാഴ്ചയായി അവിടെ ഞാൻ എന്റെ വാഹനവും എടുത്ത് വർക്കല ഭാഗത്തുകൂടെ യാത്ര ചെയ്തതാണ്. എതിർദിശയിലൂടെ കടന്നു വന്ന ലോഡ് കയറ്റി വന്ന വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് എന്റെ ബോധം തന്നെ നഷ്ടമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്നിട്ട് കണ്ണു തുറക്കുമ്പോ റബ്ബേ, 2 കാലുകളും ഇല്ലല്ലോ ഉസ്താദേ, 2 കാലും മുറിച്ചു മാറ്റിയിരിക്കുകയാ. അതാണ് എന്നെ എന്റെ കൂട്ടുകാർ ഇവിടെ എടുത്തു കൊണ്ടുവന്നിരുത്തിയത്. എന്റെ 2 കാലും മുറിച്ചു മാറ്റി എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവന്ന് കിടത്തുകയാ. 1 മാസം എന്റെ പെണ്ണെന്നോടൊപ്പം ഉണ്ടായി. അവൾ
അവിടന്ന് ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്, അതാണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നു. ഞാനത് വായിച്ചപ്പോ അല്ലാ അറിയാതെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. രണ്ട് കാലുകളില്ലാത്ത ഒരാള് എങ്ങനെയാണ് ഭർത്താവെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് അങ്ങ് കടന്നു പോയി. എന്നെ നോക്കാ ഒരാളില്ല. കാരണം കുടുംബക്കാരെന്ന് പറയാ എനിക്കധികം ആളുകളില്ല. അയൽവക്കത്തുള്ള സ്വാബിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അവൻ കടന്നു വന്നാലേ എനിക്ക് ഭക്ഷണമുള്ളൂ, എനിക്ക് വെള്ളമുള്ളൂ. അങ്ങനെ വേദനപ്പെട്ട് കിടക്കുമ്പോ ഒരാശ്വാസത്തിന്റെ വാക്കു പറയാൻ പോലും ഒരാളില്ല. അങ്ങനെ വേദനയോടെ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ ആരോ വീട്ടിന്റെ വാതിലിൽ മുട്ടുകയാണ്. ആരായാലും എനിക്ക് ചെന്ന കതക് തുറക്കാൻ കഴിയില്ല. കാരണം രണ്ട് കാലും മുറിച്ചു മാറ്റിയത് കൊണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കടന്നു വരുമ്പോ റബ്ബേ ഒരു വടിയിടിച്ച് പിടിച്ച് കടന്നു വരുന്നതാരാ? ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത്, ആ പ്രിയപ്പെട്ട ഉമ്മയതാ കടന്നു വരികയാണ്. ഉമ്മാന്റെ കണ്ണു നിറഞ്ഞു ഒഴുകുന്നുണ്ട്. മോനെ എന്തു പറ്റിയടാ നിനക്ക്? ഉമ്മ അറിഞ്ഞിട്ടില്ല മോനെ. മറ്റൊരാളെ കാണാ ഒരാള് കടന്നു വന്നപ്പോ പറഞ്ഞു, മകന്റെ രണ്ട് കാലും മുറിച്ചു പോയല്ലോ, അവരെന്ന് പട്ടിണിയാണെന്ന് പറയുന്ന കേട്ടു. അവന്റെ ഭാര്യ കളഞ്ഞിട്ട് പോയി, അവന്റെ മക്കളും പോയി, അവൻ തനിച്ചാണെന്ന് പറഞ്ഞപ്പോ നീ എന്നെ എത്ര ആട്ടിവിട്ടാലും, നീ എന്നെ എത്ര കളഞ്ഞാലും, ഏത് വൃദ്ധസദനത്തിന്റെ കോട്ടകൊത്തളത്തിലേക്ക് എന്നെ കൊണ്ടുവന്നാക്കിയാലും ഈ ഉമ്മാന്റെ പെറ്റ വയറിനൊരു വേദനയുണ്ട് മോനെ, ഈ പൊക്കൽ കൊടിക്കൊരു ബന്ധമുണ്ട് മോനെ. അതുകൊണ്ട് ഉമ്മ നിന്നെ മറക്കാൻ പറ്റോ? ആ വിറക്കുന്ന കരങ്ങളോടെ ഉമ്മ പറഞ്ഞൊരു വാക്ക്, എന്റെ മോന് സമ്മതമാണോ? എന്റെ പൊന്നുമോനിക്ക് സമ്മതമാണെങ്കിൽ ഉമ്മ നിന്നെ പൊന്നുപോലെ നോക്കാ, ഉമ്മയെ കൊണ്ട് പറ്റുന്നത് പോലെ നിന്നെ നോക്കാ. അവിടെ എന്റെ ഉമ്മാന്റെ കവിളിൽ കെട്ടിപ്പിടിച്ചു തുരുതുരാ മുത്തം കൊടുത്തു. ഉസ്താദേ, ഒരു കൈ കൊണ്ട് വടിയിടിച്ചു പിടിക്കും, മറ്റേ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്റെ വസ്ത്രമലക്കും, എന്റെ മലവും മൂത്രവും എടുക്കും, എല്ലാം ചെയ്യുന്നത് പിന്നെ എന്റെ ഉമ്മയാ. ഉസ്താദേ, ജീവന്റെ ജീവനാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു കഴിഞ്ഞ അതിന്റെ ശിക്ഷ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ മാറ്റി വെക്കില്ല. ഉടൻ തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ തരുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് കുറഞ്ഞു, ഞാൻ നിർത്തും പെട്ടെന്ന്. ഉറക്കെ പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് കേൾക്കാറുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അത് കുഴപ്പമൊന്നുമില്ല, അത് എൻ്റെ ഉമ്മല്ല, അങ്ങോട്ട് പൊരുത്തപ്പെട്ടോളും, എന്തുറപ്പുള്ളത് അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരെ 10 മാസത്തോളം നൊന്ത് പ്രസവിച്ച ഉമ്മ അല്ലേ, 10 മാസം ചുമന്നൊരുമ്മ, നിത്യക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടുപാടി ഊണുറക്കത്തിനവധി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി പാടി ഉറക്കിയെത്ര രാവുകൾ നീട്ടി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി, ഉമ്മയുടെ ചന്തമില്ല, ചന്തം കുറവായി. ഉമ്മ വൃദ്ധസദനത്തിൻ്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി. മക്കളോ വളർന്നു, മക്കളിൽ മക്കളായി. നമ്മുടെ ഉമ്മാന്റെ ചന്തവും പോയി, സൗന്ദര്യമൊക്കെ പോയി. അപ്പൊ മക്കൾ 6 മക്കളും പറയട്ടെ എനിക്ക് സമയമില്ല, നീ നോക്ക്. അവൻ പറയട്ടെ എനിക്ക് സമയമില്ല. അവസാനം മക്കൾ തീരുമാനിച്ചു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മാസമാവുമ്പോ ഉമ്മാക്ക് ഒരു സംഖ്യ കൊടുക്കാം, എവിടെങ്കിലും കൊണ്ടുവന്നാക്കാം. 6 മക്കളും 11 മക്കളും ഇനി 16 മക്കളും ഉണ്ടെങ്കിലും ആ
ഉമ്മാക്ക് ഈ 16 മക്കളെ നോക്കാനും ആ ഉമ്മാക്കൊരു മടിയില്ല, ആ ഉമ്മാക്കൊരു വെറുപ്പില്ല. എല്ലാ മക്കളെ നോക്കും. പക്ഷെ 16 മക്കൾക്ക് ഒരു ഉമ്മയെ നോക്കാൻ, ഒരു ബാപ്പയെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കാലഘട്ടം എങ്ങനെയാണ്? 16 മക്കൾക്ക് ഒരു ഉമ്മയെ നോക്കാൻ, ഒരു ബാപ്പയെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ദുനിയാവിന്റെ പുറത്ത് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മയോടുള്ള സ്നേഹമാണ് സ്വഹാബ. ആ സ്നേഹം നിങ്ങളുടെ ഖൽബിന്റെ കത്തട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ വല്ലാഹി വല്ലാഹി കം മസ്റൂറാ, മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് ആത്മാവിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചുരുക്കി പറയുകയാണ്. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോയത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയോടുള്ള സ്നേഹമാ. രണ്ടുപേരോടുള്ള സ്നേഹം പറഞ്ഞതില് ഒന്നാമത്തെ സ്നേഹം ഉമ്മയോട് പറഞ്ഞു, രണ്ടാമത്തത് ഉപ്പയോടാണ്. ആ ഉപ്പാനെ മറക്കുന്നൊരു കാലഘട്ടം കടന്നു വരും. അത് ഇന്നത്തെ കാലഘട്ടമാണ്. അത് മാത്രവുമല്ല, സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, ആ കാലഘട്ടത്തിന്റെ മക്കളെ കൊണ്ട് ആ ബാപ്പ ആളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തൊട്ടടുത്തല്ലേ പള്ളിയിലെ പ്രസിഡന്റ് ആയിരുന്ന, ഹജ്ജൊക്കെ ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട ഒരു ഹാജിയാര് അവിടുന്ന് പുഴയിലേക്ക് ചാടിയത് അല്ലാഹുവേ നൊമ്പരപ്പെട്ടു പോയി. ആളുകൾ കളിയാക്കാവൊരുങ്ങി. എന്താണ് മകൻ അവിടുന്ന് 6 മക്കളിൽ ഏറ്റവും ഇളയവൻ കഞ്ചാവ് കേസിൽ അവിടുന്ന് അകത്തായെന്നറിഞ്ഞപ്പോ ഉപ്പാക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. വല്ലാത്ത സങ്കടത്തോടുകൂടി കടന്നു പോവുകയാണ്, നൊമ്പരത്തോടുകൂടി കടന്നു പോവുകയാ. വേദന മനസ്സിന്റെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നൊമ്പരത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന അവസരം വരെ വന്നുപോയെങ്കിൽ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, ആ കാലഘട്ടത്തിന്റെ ആൺമക്കളെ കൊണ്ട് ഉമ്മയും ബാപ്പയും തലകുനിക്കേണ്ടുന്ന അവസ്ഥ വരികയാണ്. ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺമക്കളുടെ കൈകളിൽ പോലും കഞ്ചാവ് കൊടുത്തു വിട്ടുകൊണ്ട് കച്ചവടം ചെയ്യുമ്പോ ഇന്ന് നമ്മൾ വിചാരിക്കും മാലിക് ദീനാറിന്റെ പരിശുദ്ധമായ ഈ ഭൂമിയിൽ ഇതിന്റെ ചുറ്റുഭാഗത്തൊന്നും ഇല്ല എന്ന്, കാസർഗോഡ് ജില്ലയിൽ ഇല്ല എന്ന്. ലോകത്തിന്റെ ഓരോ കോണിലും നമ്മുടെ പലരുടെയും മക്കൾ നമ്മളറിയാതെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുമോ? അതുകൊണ്ട് രായത്ത് നിങ്ങൾ പതിവാക്കണം. മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ ഒരു ചരിത്രം നിങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കാ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറയുകയാണ്. ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ഉപ്പ കടന്നു വന്നിട്ട് പറയുന്നു, തങ്ങളെ മനസ്സു വേദനിച്ചിട്ട് വന്നതാ. എന്റെ പൊന്നുമകൻ അവിടുന്ന് മുത്തുനബി തങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, നബി തങ്ങളുടെ വാക്കൊക്കെ കേൾക്കുന്നവനാണ്. പക്ഷെ അവന്റെ കൂട്ടുകാര് അവനെ ചതിച്ചിട്ട് ലഹരിയിലേക്ക് കൊണ്ടുപോയൊരവസ്ഥയുണ്ടായി. മനസ്സു വേദനിക്കുന്നു തങ്ങളെ. പാതിരാത്രി ആയാലും എന്റെ പൊന്നുമകൻ വീട്ടിൽ വരാറില്ല. ഇന്നത്തെ ഉപ്പമാരുടെ സങ്കടം പോലെ അന്നും ഉണ്ടായൊരു കഥയായി പറയുന്നത്. ഇത് ഞാൻ എന്റെ വാളിന്റെ കൊഴുപ്പിന് വേണ്ടി പറയുകയല്ല. നമ്മളെ കാലൊക്കെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് വാളു പറഞ്ഞ മജീദ് ഉസ്താദിനെ കണക്കുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവരോട് ചോദിച്ചാ മനസ്സിലാകുമല്ലോ. ജുബൈർ തങ്ങളോട് വന്ന് പരാതി പറയുമ്പോ ജുബൈർ തങ്ങൾ പറഞ്ഞു, ഉപ്പാ ഒരായത്ത് നിങ്ങൾ പതിവാക്കുമോ? നിങ്ങളുടെ മക്കള് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ കടന്നു വരും. ചോദിച്ചു, തങ്ങളെ ഏതാണ് ആയത്തെന്ന് പറയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നിറഞ്ഞ മനസ്സോടുകൂടി ഓതാൻ പറഞ്ഞു. കേട്ടപാട് കവിൾത്തടത്തിലൂടെ ഒഴുകി വന്ന കണ്ണുനീര് തുടച്ചിട്ട് വീടിന്റെ അകത്തട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ജുബൈർ തങ്ങൾ പറഞ്ഞു പോയൊരായത്തുണ്ട്. ഈ ഒരായത്ത് എന്നോടും നിന്നോടും പതിവാക്കാൻ പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അള്ളാഹു നമുക്ക് തന്നുപോയ മക്കളുണ്ടല്ലോ പെണ്ണേ,
നമുക്ക് എന്തിന്റെ കുറവാ ഇവിടെ? അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നല്ലോ, ഒരുപാട് സമ്പത്ത് തന്നല്ലോ, ഒരുപാട് തോട്ടം തന്നല്ലോ. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ദുഃഖം നമ്മുടെ മകനാണ് പെണ്ണേ. അതുകൊണ്ട് ഈ ഒരായത്ത് ഓതാൻ പറ്റോ? ഭാര്യയോട് ഓതാൻ പറയുകയാണ്. 6 ദിവസമായി വരാത്ത മകനാ. ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ രാത്രി ഉപ്പ കരഞ്ഞിട്ടിരുന്ന ദുആരക്കുകയാണ്. പടച്ചവനേ അല്ലാഹുവേ, നീ തന്നു പോകുന്നതില് ഏറ്റവും വലിയ നിഅമത്ത് മക്കളാണ് റബ്ബേ. ആ പ്രിയപ്പെട്ട മക്കളെ തലതിരിഞ്ഞ ബാപ്പയെ അനുസരിക്കാതെ പോയാ, നിന്നെ അനുസരിക്കാതെ പോയാ, മാതാപിതാക്കളെ അനുസരിക്കാതെ പോയാ അത് വല്ലാത്ത സങ്കടമാ. അതുകൊണ്ട് പടച്ചവനെ എന്റെ പൊന്നുമോനെ നല്ലവനാക്കണേ അല്ലാ. ഇത് കേട്ടുകൊണ്ട് വന്ന ചെറുപ്പക്കാരെ ഉപ്പാന്റെ ദുആ കേൾക്കുകയാണ്. അവൻ അവിടെ നിന്ന് തിരിച്ചുപോയി. പിന്നെയും 7 ദിവസം കഴിഞ്ഞു. മകനെ കാണാതിരിക്കുമ്പോ ഉപ്പ തിരക്കിയിറക്കുകയാണ്. ഉപ്പ തിരക്കിയിറങ്ങുകയാണ്. കുറെ കിലോമീറ്ററുകൾ ചെന്നപ്പോ ഒരീത്തപ്പന ഇവിടെ ചുവട്ടിൽ മകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉപ്പാനെ കണ്ടപാടെ ചാടിയങ്ങട് നേറ്റു. ഉപ്പാ, എന്റേതായിട്ടുള്ള ശരീരത്ത് ലഹരിയുടെ പദാർത്ഥങ്ങളില്ല, മയക്കുമരുന്നില്ല, ലഹരിയുടെ ഒരു അംശം പോലും ഇല്ല ഉപ്പ. എന്റെ ഉപ്പാനെ തിരക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ ഈ മകനെ ഓർത്തിട്ട് കരയുന്ന ഉപ്പാനെ കണ്ടുപോയി. എന്റെ മനസ്സ് പിടഞ്ഞു പാപ്പാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ തന്നെ മടിച്ചു പോയതാണ്. എന്റെ ഉപ്പാനെ സങ്കടപ്പെടുത്തിയ ഒരു മകനാ എന്ന് പറയുമ്പോ ഉപ്പ പൊന്നു മകനെ ചേർത്ത് പിടിച്ചിട്ട് വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്രു യാ അല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിലേക്കൊന്ന് സ്തുതിക്കുകയാണ്. അവിടുന്ന് വീട്ടിൽ വന്നിട്ട് കുളിച്ചു ചെയ്തു. മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്നു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോ. ഇരുന്നു കൊണ്ട് ഫബക്കാ ബുകാൻ ശദീദാ, ഇരുന്ന് കരയുകയാണ്. ജുബൈർ തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. തന്റെ മകനാണല്ലോ, അവൻ എന്താ പറയുന്നത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ അവൻ അവിടെ നിന്ന് ഒന്നാമത് പറഞ്ഞു പോയത് 3 കാര്യങ്ങൾ. പറഞ്ഞതില് ഒന്നാമത് പറഞ്ഞത്, തങ്ങളെ എന്റെ ഉപ്പാനെ കണ്ണീരിൽ ആഴ്ത്തിയ മകനാ ഞാൻ, എന്റെ റസൂലുള്ളാഹിന്റെ വാക്കിനെ ധിക്കരിച്ചവനാ ഞാൻ, എന്നെ പ്രസവിച്ചു പോയ എന്റെ ഉമ്മാന്റെ മനസ്സ് പൊട്ടിച്ചവനാ ഞാൻ, എനിക്ക് എന്റെ റബ്ബ് പൊരുത്തം തരുമോ എന്ന് പറഞ്ഞു നിറകണ്ണുകളോടെ ഇരിക്കുമ്പോ ജുബൈർ തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ പൊരുത്തപ്പെട്ട, നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ ബാപ്പ നിന്നെ പൊരുത്തപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മോനെ നീ എന്ത് ചെയ്യണമെന്നറിയോ? അങ്ങനെ പൊരുത്തപ്പെട്ടാൽ അല്ലാഹു പൊരുത്തപ്പെടും. ഉടൻ തന്നെ പിന്നിൽ നിന്ന് ഉപ്പ കരഞ്ഞിട്ട് പറയാ, യാ ബുനയ്യ, എന്റെ തങ്കക്കുടമേ, എനിക്കൊരു വിരോധമില്ല, എനിക്കൊരു വെറുപ്പില്ല. വല്ലാഹി ഞാൻ നിനക്ക് മാപ്പ് തന്നു, നിന്റെ ഉമ്മയും നിനക്ക് മാപ്പ് തരും മോനെ എന്ന് പറയുമ്പോ ഉപ്പാന്റെ കാൽക്കൽ വന്ന് പൊട്ടി വീണ് കരഞ്ഞ് മാപ്പ് ചോദിച്ചിട്ട് ജുബൈർ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്ന, തങ്ങളെ എന്റെ ഉപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാ, എന്തെങ്കിലും ഒരു അറിവെനിക്ക് പഠിപ്പിക്കാമോ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരാമോ? ആ സമയം പറഞ്ഞു, മോനെ ഒരു തെറ്റ് നിന്റെ കൽബിലേക്ക് ചെയ്യാൻ ഒരുങ്ങിയാൽ നിന്റെ ഉമ്മാന്റെ പൂമുഖമൊന്ന് കൊണ്ടുവരാമോ? നിന്റെ ബാപ്പാന്റെ കഷ്ടപ്പാട് നിന്റെ മനസ്സിലൊന്ന് കൊണ്ടുവരാമോ? ഒരു ദിവസം നീ ചെയ്യണം. നിന്റെ ഉപ്പ ജോലിക്ക് പോകുമ്പോ നിന്റെ ഉപ്പയോടൊപ്പം നിനക്ക് പോകാൻ പറ്റുമോ? എന്നാ നിന്റെ ഉപ്പ നിന്നെ എത്ര പാടുപെട്ട് വളർത്തുന്നുവെന്നറിയാ, നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുവെന്നറിയാ എന്ന് പറഞ്ഞിട്ട് ജുബൈർ തങ്ങൾ പറഞ്ഞു, മോനെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നീ കടന്നു പോയാൽ, അതിൽ നിന്ന് പിന്മാറിയാൽ, വലിമൻ ഖാഫ മഖാമ റബ്ബ് ജന്നതാൻ, അല്ലാഹുവേ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ, തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അല്ലാഹു 2 സ്വർഗം നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയുമ്പോ, റബ്ബേ
തന്റെ മകൻ നേരെയാകണമെന്ന് പറഞ്ഞ് 6 തോട്ടം സ്വതക്ക ചെയ്തു. തന്റെ മകൻ നേരെയാകണം, അവൻ യഥാർത്ഥ ഒരു മനുഷ്യനാകണമെന്ന് പറഞ്ഞ് സമ്പത്ത് മുഴുവനും കൊടുത്തിട്ട് അവസാനം ഈ ഉപ്പ ചെയ്ത പണി എന്താണ്? നാട്ടിലുള്ള തോട്ടങ്ങളിൽ ജോലിക്ക് പോവുകയാണ്. ഈ മകൻ അവിടെ നിന്ന് ഒളിച്ചു നിന്ന് ബാപ്പയുടെ ജോലി കണ്ടു. വിയർത്തു ഒലിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് കണ്ടപാട് ഓടി അങ്ങ് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ, എന്റെ ഉപ്പാനെ ഇനി ഞാൻ വേദനിപ്പിക്കൂല, ഇനി ഞാൻ സങ്കടപ്പെടുത്തൂല, ഇനി ഞാൻ ബുദ്ധിമുട്ടിലാക്കൂല. എന്റെ ഉപ്പ വരുവോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിന്റെ മക്കളെ കാരണം എല്ലാ മക്കളും എന്നല്ല. നമ്മൾ വിചാരിക്കും ഉപ്പ നമ്മുടെ മകൻ പള്ളിയിൽ വരുന്നുണ്ട്, നമ്മുടെ മകള് നല്ലതുപോലെ തലമറച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട്. ഈ തൊട്ടടുത്തല്ലേ 9 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ കഞ്ചാവ് കൊടുത്തു വിട്ടിട്ട് പോലീസ് പിടിച്ചു പോയ കഥയറിഞ്ഞു പോയത്, മുസ്ലിം തട്ടമിട്ട പൊന്നുമോളെ കണ്ടുപോയത്, കൊടുത്തു വിട്ടതും നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമക്കളാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും വായിച്ചവരാ. എല്ലാ ഉപ്പയുടെ കണ്ണീരല്ലേ. അങ്ങനത്തെ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഉപ്പയോട് 4 കാര്യങ്ങൾ നീ ചെയ്യാമോ? വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നിന്റെ ഉപ്പയോട് 4 കാര്യങ്ങൾ നിനക്ക് ചെയ്യാമോ? അതിൽപ്പെട്ട ഒന്നാമത്തത്, നിന്റെ ബാപ്പയോട് എപ്പോഴും നീ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ഉപ്പയോട് സംസാരിക്കുന്നവനാകുമോ? 4 കാര്യം ചെയ്യാം. ആ 4 കാര്യത്തിൽ ഒന്നാമത്തത്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ നിന്റെ വീട്ടിലുണ്ട്, നീ കൊടുക്കുന്ന ചിലവിലാണ് നിന്റെ ഉപ്പ കഴിയുന്നത്. ഉമ്മാനെ പറ്റിയല്ല കേട്ടോ, ഉമ്മാന്റെ കവളിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന മക്കൾ ഇപ്പോഴുണ്ട്, ഉമ്മാക്ക് സ്നേഹം കൊടുക്കുന്ന മക്കൾ ഇപ്പോഴുണ്ട്. പക്ഷേ വാപ്പയോട് ഒരു പിണക്കോ ഇല്ല. പക്ഷെ എത്ര ഒരു ദിവസം ഒരാഴ്ച പോലുമായിട്ട് വാപ്പാടുത്ത് മിണ്ടാത്ത ആ മക്കളുണ്ട്. പെൺമക്കൾ പിന്നെയും മിണ്ടും. ഒരാഴ്ച പോലുമായിട്ട് വാപ്പയോട് മിണ്ടാത്ത മക്കളുണ്ട്. ആ വീടിനെ പറ്റിയാണ് പറഞ്ഞത്, അത് ജയിലാണ് സഹാബ. ആ വീട് വീടല്ല, ഉപ്പയോട് മിണ്ടാത്ത മക്കള് വന്ന അല്ലാഹുവേ, ആ വീട് ജയിലല്ല, ആ വീട് ജയിലാണ്, അത് വീടല്ല. അതുകൊണ്ട് ഒന്നാമത്തത് അവരോട് വർത്തമാനം പറഞ്ഞ അതവരുടെ മനസ്സിന് കുളിർമയാണെന്ന് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത്തതോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാവുക. എത്രയോ വഅലിന്റെ സദസ്സുകളിൽ ദുആക്ക് വേണ്ടി ലിസ്റ്റ് വായിക്കുമ്പോ, പിരിവ് ചോദിക്കുമ്പോ, അല്ലാഹുവേ മജീദ് ബാക്കി ഉസ്താദിനോടൊക്കെ ചോദിച്ചു നോക്ക്, ഉമ്മക്ക് ഒരുപാട് ലിസ്റ്റ് ഉണ്ടാകും, ബാപ്പക്ക് വേണ്ടി തരുന്നത് ഖലീലാണ്, കുറവാണ്. അങ്ങനെ എത്ര വേദികളാണ് കടന്നു പോകുന്നത്. അവരെന്ത് തെറ്റാ ചെയ്തു പോയത്? റബ്ബേ, 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും പുന്നാര മക്കളെ പോറ്റി വളർത്തിയതോ ഇതേ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നു? അവര് പറഞ്ഞു 10 മാസക്കാലം ഗർഭം ചുമന്നു. എന്നാ നിങ്ങളുടെ ബാപ്പ എത്ര മാസക്കാലമാ ഗർഭം ചുമന്നത്? സ്വഹാബത്ത് മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാ. ബാപ്പ ഗർഭം ചുമക്കേ. ആ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ കരഞ്ഞിട്ട് പറയാ, ഞാൻ കരയുന്നത് എന്റെ ഉപ്പ ഇല്ലാത്തത് കൊണ്ടാ. നിങ്ങളെ ഉപ്പ ഗർഭം ചുമന്നിട്ടുണ്ട്, അത് ഉമ്മ ചുമന്നത് പോലെ 10 മാസമല്ല. പുന്നാര മക്കള് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടില് അവിടെ വളർന്ന് വരുന്ന സമയം മുതല് ആ മക്കള് 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും 19 കൊല്ലവും ആണായാലും പെണ്ണായാലും പെൺമക്കളാണെങ്കിൽ അവരെ കെട്ടിച്ചയക്കുന്ന സമയം വരെയും അവരെ ചുമന്നുകൊണ്ട് നടന്നത് അവരുടെ പ്രിയപ്പെട്ട ഉപ്പ
ഉപ്പയാണ് സ്വഹാബ. ആ ഉപ്പാനെ മറക്കല്ലേ സ്വഹാബ. അവര് പാപങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാവുക. പിന്നെ മൂന്നാമത്തതോ, ആ പ്രിയപ്പെട്ട ഉപ്പയെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് വിളിക്കുക. നമ്മളെ കയ്യും കഴുകി നമ്മൾ പാത്രമെടുത്ത് മുമ്പിൽ വെച്ച് കഴിക്കുമ്പോഴും നമ്മളെ എത്രയോ ചോറ് വാരി തന്ന, നമുക്ക് മൊത്തം തന്ന, നമ്മളെ പൊന്നുപോലെ നോക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ വീടിന്റെ അകത്തട്ടിലുണ്ട്. ഒന്ന് വിളിച്ചൂടെ നമുക്ക്? ഉപ്പ നിങ്ങൾ കൂടെ വന്നിരുന്നോ എന്ന് പറഞ്ഞ് ഉപ്പയെ കൂടെ അരികത്ത് പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സിന്റെ സന്തോഷം എത്രയെന്നറിയോ? നാലാമത്തത് മോനെ, മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ആഗ്രഹങ്ങളെ നീ ചോദിച്ചറിയുക. അങ്ങനെ ചോദിച്ചറിഞ്ഞാൽ അല്ലാഹുവേ വല്ലാത്ത സന്തോഷമാണ്. ചോരിന്താനേ ഉടർ നടന്താനേ ഉപ്പ കനിവാണേ മതമുരത്താനേ അറിവീരേ കലമുടൈത്താനേ അവർ പിരിശത്താൽ വന്ന് നിറഞ്ഞാനേ തകർത്തിടല്ലേ മനം പിടച്ചിടല്ലേ അതു കരഞ്ഞു പോയാൽ നിന്നിൽ തീരവാണേ അറിയാതെ പോലും അടുക്കാതെ കനി തെളിയാതെ ഉടൻ പറയാതെ മോനെ നിന്റെ ഉപ്പാന്റെ ആഗ്രഹങ്ങളെ ചോദിച്ചറിയുക. അങ്ങനെ ഉള്ളൊരു മകനാണോ അവന് അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചു. സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചു, എല്ലാവർക്കും ഒരു നോമ്പ് തുറ ആയിക്കോട്ടെ. എല്ലാ സ്വഹാബത്തും നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടു കൂടി കടന്നിരുന്നു. അസറിന്റെ സമയം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരിക്കാൻ. ആ സമയത്ത് ഒരു സ്വഹാബി മാത്രം വല്ലാണ്ട് കരച്ചിൽ. ഉമർ തങ്ങളോട് ചോദിച്ചു, ആരാ കരയണത്? അതൊരു ചെറുപ്പക്കാരനാ തങ്ങളെ. എന്നാ വിളിക്ക്, എന്തിനാന്ന് അറിയണമല്ലോ. വല്ല സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബിനോട് പറയാമല്ലോ. സിദ്ദീഖ് തങ്ങളുടെ വാക്ക് കേട്ട് ഉമർ തങ്ങളെ വിളിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചപ്പോ അടുക്കലേക്ക് വന്നിട്ട് വീണ്ടും പൊട്ടിയാൻ കരഞ്ഞു. എന്തേ മോനെ കരയുന്നത്? തങ്ങളെ എന്ന് വിളിച്ച് വീണ്ടും കരയാ. ഏറ്റവും സ്നേഹിക്കുന്ന ഒരാള് വിളിച്ചിട്ട് സങ്കടപ്പെടുമ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടമല്ലേ? വീണ്ടും കണ്ണീര് വരും. സിദ്ദീഖ് തങ്ങളെ വിളിച്ച് ചേർത്ത് പിടിച്ചപ്പോ വീണ്ടും കരച്ചിൽ കൂടി. എന്തിനാ മോനെ നീ കരയുന്നത്? തങ്ങളെ എന്റെ ഉപ്പ. എന്താ പറ്റി ഉപ്പക്ക്? എന്റെ ഉപ്പക്ക് പറ്റിയത്? എന്റെ ഉപ്പാക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? മരിക്കണതിന് മുമ്പ് എന്റെ ഉപ്പാന്റെ 2 കാലും തളർന്നിട്ടുണ്ട്. എന്റെ ഉപ്പാന്റെ 2 കാലും തളർന്നിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ചാരെ ഈ റൗള ഷരീഫിന്റെ അടുക്കൽ വന്നിരുന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്റെ ഉപ്പാക്കൊന്ന് നോമ്പ് തുറക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനെന്താ കൊണ്ടുവന്നോ? എങ്ങനെ കൊണ്ടുവരാനാ തങ്ങളെ? 2 കാലും തളർന്നിട്ടുണ്ട്. കിടക്കുന്ന കിടപ്പിൽ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യാണ്. ഉപ്പാന്ന് വെച്ച ജീവനാകണം നമുക്ക്. സ്നേഹ കടലാണുപ്പാ, അഴകിൻ്റെ അഴകാണുപ്പാ, അലിവുള്ള മനമാണുപ്പാ, ജീവന്റെ ജീവനുപ്പാ, മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തുപ്പാ, കണ്ടില്ലേ കൽബിനുള്ളം വേദന ഏറുന്നുപ്പാ, ആഫിയ തേകിടേണേ, രോഗങ്ങൾ മാറ്റിടേണേ, ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിടേണേ. സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കരയുകയാണ്. തങ്ങളെ കിടക്കുന്ന കിടപ്പിൽ
കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുകയാണ്. പിന്നെങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതിനെന്താ മോനെ, കടന്നുപോയി നിന്റെ ഉപ്പാനെ കൊണ്ടുവന്നോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കൊരു സന്തോഷമാകട്ടെ, കൊണ്ടുവരട്ടെ തങ്ങളെ. സന്തോഷത്തോടെ ഓടിയിട്ട് ആദ്യം വിളിക്കുന്നത് ആരെയാ? ഉപ്പാന അല്ല, ഉമ്മയെ വിളിച്ചു. ഉമ്മ ഓടി വന്ന് മകൻ എന്തിനാണ് കരയുന്ന എന്ന് പോലും അറിയില്ല. മകനോടൊപ്പം ചേർന്നങ്ങ് കരഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാടാ കരയുന്നത്? ഉപ്പാന മദീനത്ത് കൊണ്ട് ഉപ്പാന മസ്ജിദുൻ നബവിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മോനെ, ഉപ്പ കിടക്കുന്ന കിടത്തിൽ കിടന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നവരല്ലേ, അത് കുഴപ്പമില്ലാന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടപാടവിടന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നിറകണ്ണുകളോടെ സന്തോഷത്തോടെ ഉപ്പാന്റെ അരികിൽ ചെന്നു. ഉപ്പാ, ഞാനൊന്ന് കുളിപ്പിക്കട്ടെ ഉപ്പാ. ഉപ്പ പറഞ്ഞ, എന്റെ പൊന്നുമോൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ എന്നെ കുളിപ്പിച്ചോ. ഉപ്പാനെ കുളിപ്പിക്കുമ്പോ മുതുകത്ത് കിടന്നത് കൊണ്ട് അവിടെ നിന്ന് മുതുക് പൊട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അറിയാതെ അഴുക്ക് തേക്കുമ്പോ ഉപ്പ അല്ലാന്ന് വിളിക്കുമ്പോ മകൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഉപ്പാ, ഈ മകനത് കണ്ടില്ല പാപ്പാ, അതുകൊണ്ടങ്ങ് പൊരുത്തപ്പെട്ടേക്കുമോ എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ കണ്ണീര് തുടച്ചു. ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കുളിപ്പിച്ച് നല്ല ഒരു കമീസ് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. വേണ്ട മോനെ, വേണ്ട, നിനക്കാരോ സമ്മാനമായി തന്നത്, ഹദിയ തന്നത്. എന്തിനാടാ വയസ്സാങ്കാലത്ത് പാവപ്പെട്ട ഉപ്പാക്ക്? ഇല്ല ഉപ്പാ, എനിക്കെത്ര വസ്ത്രം തന്ന ബാപ്പയാണ്, എന്നെ എത്ര കളിപ്പിച്ചതാണ്, എനിക്കെത്ര മുത്തം തന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ബാപ്പ ജീവിച്ചിരിപ്പുള്ളപ്പോ നമുക്കെത്ര സന്തോഷമാണ്. എപ്പോഴും ഉപ്പാന്റെ മുതുകത്തുണ്ടാകും, ഉപ്പാന്റെ നെഞ്ചിലുണ്ടാകും. വയസ്സായപ്പോ ആ ഉപ്പാന്റെ അരികത്തൊന്ന് കടന്നു വരാ പോലും ഇന്നത്തെ മക്കൾക്ക് കഴിയുന്നില്ല. ഈ മകൻ അവിടുന്ന് ഉപ്പയെ കുളിപ്പിച്ചു കമീസിട്ട് കൊടുത്തു. കൊച്ചുകുട്ടിയെ എടുക്കുന്നത് പോലെ മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കൊണ്ടുപോയി സ്വഹാബത്ത് മുഴുവനും അങ്ങ് എഴുന്നേറ്റു. ഈ സ്വഹാബി അവിടെ ഉപ്പയെ കൊണ്ടുവന്ന് അരികത്തിരുത്തുകയാണ്. നിറഞ്ഞ മനസ്സോടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നോമ്പ് തുറക്കാൻ എല്ലാം കൊടുത്തപ്പോ ഉപ്പ ദുആ ചെയ്തു, അല്ലാ, ഇതുപോലെ ഒരു മകനെ കിട്ടിയത് ഈ ദുനിയാവിന്റെ പുറത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലെ ഒരു മകനെ കിട്ടിയിട്ടാണ് റബ്ബേ എന്ന് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും മനസ്സ് കൊടുക്കണം, അല്ലാ, എന്റെ ഉപ്പയെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ, എന്റെ ഉപ്പയെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ മജ്ലിസില് നമുക്ക് വേണ്ടി ദുആ ചെയ്യാ, നമുക്ക് നസീഹത്ത് നടത്താ. ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് നേരം അവരെ ഇരുത്തിയിട്ട് പറയുന്നതും ഒരു അദബുകേടാണ്. അല്ലാ, ഞങ്ങളുടെ മജ്ലിസിൽ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും ചെറുപ്പക്കാരെയും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കറക്റ്റ് നമ്മൾ 11:30 മണി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി ഇവിടെ ദുആ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ പ്രഭാഷണമുണ്ട്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ എല്ലാം മാച്ചു കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് ഉപ്പയെ സ്നേഹിച്ചിട്ട്, ഉമ്മയെ സ്നേഹിച്ചിട്ട്, അവരുടെ സ്നേഹത്തോട്, അവരുടെ പൊരുത്തത്തോട് കൂടി മുന്നോട്ട് വന്ന അള്ളാന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നതാണ്. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ രണ്ടുപേരെ നിങ്ങൾ ഖൽബിൽ കൊണ്ടുവന്നോ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നോ, എന്നാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, കൊച്ചുമക്കളോട് പറയാ,
അവരെ വെറുക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. ഉപ്പാക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട്, അത് നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയല്ലേ. 16 കൊല്ലവും 17 കൊല്ലവും പ്രവാസ ലോകത്ത് പോയി കിടന്ന് പാടുപെടുന്ന വാപ്പാന്റെ മുമ്പില് എന്റെ മക്കള് നല്ലവരാകണമെന്ന് പറഞ്ഞിട്ടാണ്, ആ മക്കള് നല്ലതുപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടാ, മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടി യാചിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ, കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ, മേസ്തിരി പണിക്ക് പോകുന്നവരാണെങ്കിൽ, ലോഡിങ്ങിന് പോകുന്നവരാണെങ്കിൽ, എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ പാപ്പയും വയസ്സായിട്ട് വീടിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോ ഇന്നത്തെ മക്കൾക്ക് അവരെ കണ്ണെടുത്താ കണ്ടൂടാ, അവരോടൊരു ഇഷ്ടമില്ല, അവരോട് സംസാരിക്കില്ല. അതുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, അവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നിട്ട് സന്തോഷത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ സ്വഹാബത്തെ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞവിടം പിരിഞ്ഞു പോയെങ്കിലോ ഇന്നിവിടെ ദുആ ചെയ്യാൻ പോകുന്ന ഈ മജ്ലിസിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, എന്റെ ഉപ്പമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി ജീവിച്ചു മരിക്കാ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് ഇരു കൂട്ടർക്കും അള്ളാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുൽ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ വിഷയം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിങ്ങളോട് സംസാരിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവുകയാണ്. അള്ളാഹു സയ്യിദ് അവറുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ ഉറക്കെന്ന് പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് ഇരു കൂട്ടർക്കും അവരോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വർഗീയ ലോകത്ത് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ഇരിക്കുന്നവർ ഇൻഷാ അല്ലാഹ് പലരും ഉണ്ടാവും. നാളെ നമ്മുടെ കോഴിക്കോട് പരിശുദ്ധമാക്കപ്പെട്ട സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയുന്നവരൊക്കെ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരിശുദ്ധിയിലേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.